വെൽക്കം ബാക്ക് ടു ന്യൂസ് ബസ്. ഭക്ഷ്യക്കിറ്റ് വിവാദത്തിൽ തൃശൂർ വാടാനപ്പള്ളിയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. UDF, BJP, LDF പ്രവർത്തകർ സംഘടിച്ചെത്തി അവിടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആ ഗോഡൌണിന് മുന്നിൽ ഇപ്പോഴും നിൽക്കുന്ന സാഹചര്യമാണ്. ജേസൺ ചാമോളപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. ജേസൺ, വളരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് UDF, LDF പ്രതിനിധികൾ ഒരേപോലെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വിതരണവുമായി, കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞ് ഈ ആരോപണങ്ങളെല്ലാം പാടെ നിഷേധിക്കുകയാണ് BJP. പക്ഷെ അതിനിടയിലാണ് ഈ കിറ്റുകൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌണിന് മുകളിൽ BJP നേതാവ് കൂടിയായ ദേവനെയും മറ്റൊരു യുവമോർച്ച നേതാവിനെയും കൂടി കണ്ടത്. അത് കൂടുതൽ വെട്ടിലാക്കിയില്ലേ BJP? ഒരു മിനിറ്റ് ആര്യ, ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞിരിക്കുന്നു. പോലീസിന്റെ പ്രാഥമികമായ നിഗമനം എന്ന് പറയുന്നത് ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഈ ദേവനോ അല്ലെങ്കിൽ കൂടെയുള്ള BJP നേതാവോ ഗോഡൌണിലേക്ക് അകത്തേക്ക് കയറുകയോ ഏതെങ്കിലും രീതിയിൽ നിർദ്ദേശം കൊടുക്കുകയോ ചെയ്യുന്ന ദൃശ്യങ്ങളില്ല എന്നതാണ് പോലീസിന്റെ നിഗമനം. പക്ഷേ ഈ ഇതിനൊപ്പം പരിശോധിക്കാനുണ്ടായിരുന്ന UDFന്റെ പ്രതിനിധി നമ്മളൊപ്പം ചേരുന്നു. എന്തായിരുന്നു ആ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു? ആ CCTV ദൃശ്യങ്ങളിൽ 12:08 അതന്നെ തെറ്റാണ് സമയം. ഒരു കാറ് വന്ന് നിൽക്കുന്നു, ആ കാറിൽ നിന്ന് 4 ഡോർ തുറക്കുന്നു, 4 പേരെ കയറി പോകുന്നു, നേരെ ഫ്രണ്ടിലൂടെ വീട്ടിലേക്ക് കയറി പോകുന്നു. അതാണ് CCTV. അതായത് ഈ വീടിന്റെ ഗേറ്റ് കടന്ന് നേരെ അങ്ങോട്ട് കടക്കുന്നു, വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഭാഗത്തേക്ക് പോകുന്നു, അവിടെ വാഹനം നിർത്തുന്നു, ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി പുറകോട്ട് വന്ന് വീടിന് മുൻവശത്തുള്ള ഗേറ്റ് വീടിനകത്തേക്ക് കയറി പോകുന്നു. അതായത് നിലവിൽ ഈ CCTV ദൃശ്യങ്ങളിൽ ഈ ഗോഡൌണിനകത്ത് ഇവർ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല. CCTV ദൃശ്യങ്ങൾ കണ്ടിട്ടില്ല. അവിടെ പാക്ക് ചെയ്യുന്നത് ജീവനക്കാരും 10ഓളം സ്ത്രീകളും 4ഓളം പുരുഷന്മാർ അത് നേരിട്ട് കണ്ടാണ് പാക്ക് ചെയ്യാണ്. അപ്പൊ അതിന് ഇവർ നൽകുന്ന വിശദീകരണം എന്താ? ഇവര് നൽകുന്ന വിശദീകരണം ഇത് ആദ്യം പറഞ്ഞത് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാമൂഹിക പരിശോധനയ്ക്ക് ശേഷം പോലീസ് നൽകുന്ന ഫൈൻഡിങ്സ് ശേഷം പോലീസ് പറഞ്ഞത്. അതുകൊണ്ട് ഇവർ സെലിബ്രേറ്റ് ഞങ്ങൾ ഇപ്പോഴും സെലിബ്രേറ്റ് അല്ല. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ദേവൻ, മറ്റു OBC മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഇത് സാധനങ്ങളുമായി പോയി വിതരണം ചെയ്യാൻ വന്നതാണ്. ഇവർ പറഞ്ഞത് വോട്ട് പിടിക്കാൻ വന്നതാണെന്ന്. ഒരു കാരണവശാലും അത് തെറ്റാണ്. 100% ഞങ്ങൾ നിഷേധിക്കുന്നു. ഞങ്ങളുടെ നിലപാട് പോലീസ് BJPയുമായി ഒത്തുകളിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. കാരണം വളരെ കൃത്യമായി ഇത്രയും ജനത്തിന് മുന്നിൽ വെച്ച്, ഇത്രയും ജനക്കൂട്ടത്തിന് മുന്നിൽ വെച്ച്, മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വെച്ച് ഇത്രയും സാധനങ്ങൾ സീസ് ചെയ്ത് ആ സീസ് ചെയ്യുന്ന സമയത്ത് ഇതിന് മുകളിൽ കടന്നു വന്ന് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ദേവനും പൂരാടനും പ്രഖ്യാപനം നടത്തിയിട്ടും അവരിതിൽ ഭാഗമല്ല എന്ന് പറയുന്ന പോലീസിന്റെ നയം തുടർ തീരുമാനം. ഞങ്ങൾ ഇവരെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾ നേതൃത്വമായി ഇപ്പം ആലോചിക്കും. നമ്മുടെ നേതൃത്വമായി സ്ഥാനാർത്ഥിയുണ്ട്, പാർട്ടി ലീഡേഴ്സായിട്ട് ആലോചിച്ചപ്പോൾ പറഞ്ഞു. ഏതായാലും ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഇതിനകത്ത്, അതായത് ഗോഡൌണിനകത്ത് BJPയുടെ 2 നേതാക്കൾ ദേവനും അതുപോലെ തന്നെ പിന്നെ 2 പേർ, അവർ 2 പേരും കയറി എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ ഇല്ല എന്നതാണ് ഇപ്പോൾ 3 മുന്നണികളിലെയും പ്രതിനിധികളെ വെച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് സംബന്ധിച്ച് ഇനി പോലീസ് എന്ത് തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന കാര്യത്തിൽ നേതാക്കളുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്നാണ് UDF നേതൃത്വം പറയുന്നത്. അതേസമയം പോലീസ് പറയുന്നത് ഇത്തരത്തിലൊരു തെളിവുകളില്ലാത്ത പശ്ചാത്തലത്തിൽ ഈ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന ഇതിന്റെ ഉടമയെ ചോദ്യം ചെയ്ത ശേഷം ഇവർക്ക് എന്തെങ്കിലും രീതിയിൽ പങ്കാളിത്തമുണ്ടെന്ന് തെളിഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ പിരിഞ്ഞു പോകണം എന്നതാണ് ഈ പ്രവർത്തകരോട് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കേന്ദ്രസേന പ്രവർത്തകരോട് പറയുന്നത് അവിടെ നിന്ന് മാറിപ്പോകണം എന്നാണ്. യാതൊരു രീതിയിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടാക്കരുതെന്ന നിർദ്ദേശമാണ് കേന്ദ്രസേന നൽകുന്നത്. അതേസമയം തന്നെ പോലീസും അതുപോലെ തന്നെ BJPയും ഒത്തുകളിച്ചുകൊണ്ട് ഇത് അട്ടിമറിക്കുകയാണെന്നാണ് ഇപ്പോൾ UDF ആരോപിക്കുന്നത്. പോലീസ് ആവർത്തിച്ച് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ CCTV ദൃശ്യങ്ങളിൽ ഈ നിലവിൽ തെളിവില്ലാത്ത പശ്ചാത്തലത്തിൽ ഈ ഉടമയെ ചോദ്യം ചെയ്ത് അതിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുന്ന പക്ഷം, തെളിവോ അല്ലെങ്കിൽ സാഹചര്യ തെളിവുകളോ ലഭിക്കുന്ന പക്ഷം ദേവനെയും BJPയുടെ ജില്ലാ നേതാവിനെയും പ്രതി ചേർക്കാമെന്ന ഉറപ്പാണ് ഈ പോലീസ് നേതൃത്വം നൽകുന്നത്. പക്ഷേ ഇത് അംഗീകരിക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ പാർട്ടി നേതാക്കളുമായി ചർച്ച ചെയ്ത് തീരുമാനം പറയാമെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ നമുക്കൊരു ഭാഗത്തേക്ക് പോയാൽ പാർട്ടി പ്രവർത്തകരും അതുപോലെ തന്നെ കേന്ദ്രസേന തമ്മിലുള്ള അംഗങ്ങളും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയിലേക്കും പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. ഒരു ഭാഗത്ത് BJP പ്രവർത്തകർ ഇങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്, മറുഭാഗത്ത് UDFന്റെ പ്രവർത്തകർ
കേന്ദ്രസേന അംഗങ്ങളുമായി തർക്കിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസ് പറയുന്നത് നിലവിൽ CCTV ദൃശ്യങ്ങളിൽ തെളിവില്ലാത്ത പശ്ചാത്തലത്തിൽ നിങ്ങൾ പിരിഞ്ഞു പോകണം. അതിനുശേഷം ഈ കസ്റ്റഡിയിലെടുത്ത വ്യക്തിയെ ചോദ്യം ചെയ്ത്, ഇതിന്റെ ഉടമയെ ചോദ്യം ചെയ്ത് എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുന്ന പക്ഷം, അല്ലെങ്കിൽ സാഹചര്യ തെളിവുകൾ ലഭിക്കുന്ന പക്ഷം അവർക്കെതിരെ കേസെടുക്കാമെന്ന ഉറപ്പാണ് പോലീസ് നൽകുന്നത്. ഏതായാലും ഇത് അംഗീകരിക്കാൻ തയ്യാറുണ്ടോ എന്നതാണ് പ്രധാനം പോലീസ് നോക്കുന്നത്. ഇവിടെ ശാന്തമായ ശേഷം അകത്തുള്ള രണ്ടുപേരെയും പുറത്തേക്ക് കൊണ്ടുവരാനാണ് പോലീസിന്റെ തീരുമാനം. സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ പോലീസും കേന്ദ്രസേനയും അവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജേസൺ ചാമോളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഇപ്പോൾ താൽക്കാലികമായി ഈ നിമിഷം BJPയെ സംബന്ധിച്ച് ഒരു ആശ്വാസമാണ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ദേവനോ ഒപ്പമുണ്ടായിരുന്ന BJP നേതാക്കളോ ഇത്തരത്തിൽ ആ ഗോഡൌണിലേക്ക് പ്രവേശിക്കുന്നതോ ഈ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നതോ ദൃശ്യങ്ങളില്ല എന്നത് BJPയെ സംബന്ധിച്ച് ആശ്വാസമാണ്. പക്ഷേ ആരോപണത്തിൽ ഉറച്ച് അവിടെ പ്രതിഷേധവുമായി തുടരുകയാണ് LDF UDF പ്രവർത്തകർ. അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു.